Hello my dear champions, എല്ലാവർക്കും വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക് സുസ്വാഗതം. എല്ലാ പുതിയ മക്കൾക്കും ഒരു സ്പെഷ്യൽ വാം വെൽക്കം my dear champions വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക്. പുതിയ മക്കളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, മുമ്പത്തുള്ള വീഡിയോസ് എന്തായാലും കാണാൻ മറക്കരുത് my dear students. നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. കണ്ടന്റ് വീഡിയോസ്, മോട്ടിവേഷൻ വീഡിയോസ്, സ്ട്രാറ്റജി വീഡിയോസ്, ടൈം ടേബിൾ വീഡിയോസ്, അങ്ങനെ ചറപറ ഇറക്കിയിട്ടുണ്ട്. സോ കാണാൻ മറക്കരുത്. It will all make a huge difference in your preparation my dear students. Okay, strategies, preparation, content എല്ലാം വളരെയധികം ഇന്റൻസിറ്റിയോടുകൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ എണ്ണം വരാനും കിടക്കുന്നുണ്ട്. Okay, in the pipeline there are a lot of videos which will make a huge difference in your preparation my dear students. So wait for that also. Okay my dear champions. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് my dear students, നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ ആംപ് അപ്പ് ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു. So step on the accelerator my dear students. ഒരു സംശയം പാടില്ല, മനസ്സിനകത്തൊരു ഡൗട്ട് പാടില്ല. ഞാനിത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് നിങ്ങളോട് ചോദിക്കാൻ ഒരവസ്ഥ വരാൻ പാടില്ല. കാര്യം അതിന്റെ ഉത്തരം നിങ്ങൾ മനസ്സിലാക്കണം. യു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. യു ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യസ് ഫൈനസ്റ്റ് കോളേജ്. ആൻഡ് ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യസ് ഫൈനസ്റ്റ് കോളേജ് ഇസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു കെൻ ഡു ടു യുവർ സെൽഫ് റൈറ്റ് നൗ. കാര്യം എനിക്കൊരു ഭാഗ്യമുണ്ടായി ഈ ഒരു കോളേജിൽ പഠിക്കാനായിട്ട്. വിച്ച് പിലാനി എന്ന് പറഞ്ഞൊരു കോളേജിൽ പഠിക്കാനായിട്ട് I had the opportunity, or I was fortunate enough to learn in this spectacular college, my dear students. ഈ ഒരു നല്ലൊരു കോളേജിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതെങ്ങനെ എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, ഒരു 30 വയസ്സുകാരൻ ഒരു 30 വയസ്സുള്ള ഒരാള് ആളുടെ ജീവിതം എങ്ങനെ മാറി മറിഞ്ഞു, എന്തുകൊണ്ട് 10 വർഷം കോളേജിന്റെ പേര് കാരണം, 10 വർഷം മുമ്പ് പഠിച്ച കോളേജിന്റെ പേര് കാരണം, ഹൗ ദിസ് ചേഞ്ച് മൈ ലൈഫ് ഇസ് ഐ നോ ദാറ്റ്. ഒരു നല്ലൊരു കോളേജ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇറ്റ്സ് എ ബ്രാൻഡ്. ഓക്കെ, അപ്പൊ ആ ബ്രാൻഡ് കിട്ടാനായിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്, അതാണ് നിങ്ങളിപ്പോ ചെയ്യാൻ നോക്കുന്നത്, അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കിയെല്ലാം വഴിയെ വരും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, സോ സ്റ്റഡിയിങ് ഇൻ ഇന്ത്യസ് ഫൈനസ്റ്റ് കോളേജ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു കെൻ ഗിവ് യുവർ സെൽഫ്. അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പൊ പുതിയ മക്കളോട് ഞാൻ എൻ്റെ പേര് പറയാം. ഞാൻ പേര് അറിയില്ലെങ്കിൽ, മൈ നെയിം ഇസ് സുദർശൻ. നാട്ടില് കൊച്ചിയിലാണ്, ആലുവയിലാണ് പഠിച്ചതൊക്കെ ബിച്ച് പിലാനിയാണ്. മാസ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി, MSc കെമിസ്ട്രി എടുത്തത് ബിച്ച് പിലാനിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് എപ്പോഴും പറയുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതൊരു എക്സാമിനേഷൻ മാത്രമായിട്ട് കാണരുത്. അതായത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് കാണുക. ദീസ് കോളേജസ് ക്യാൻ ചേഞ്ച് ദാറ്റ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഈ NEET എക്സാമിനേഷൻ, JEE എക്സാമിനേഷൻ ഇസ് എ ഗേറ്റ് വേ ടു എൻറ്റർ ഇൻ ടു ദീസ് കോളേജസ്. ആ ഗേറ്റ് നിങ്ങൾ ചവിട്ടി തുറക്കാൻ നോക്കുക. ട്രൈ ചെയ്യുക. ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. വി ആർ ഓൾ ദേർ ടു സപ്പോർട്ട് യു ഗൈസ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, ഫൈൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം മൈ ഡിയർ ചാമ്പ്യൻസ്. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക മറക്കരുത് മൈ ഡിയർ ചാമ്പ്യൻസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മളൊരു ഫാമിലിയാണ്. ഇഫ് യു ലവ് ദ വീഡിയോസ്, ഓക്കെ, ഞാൻ പുഷ് ചെയ്യുന്നില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. ഇഫ് യു ലവ് ദ വീഡിയോസ്, ഇഫ് യു ലവ് ദ കണ്ടന്റ്, എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ബിക്കോസ് ഓഫ് അവർ വീഡിയോസ്, പ്ലീസ് ഡു സപ്പോർട്ട് us. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് കിടക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി which is depression in freezing point. നമ്മൾ ഏതൊക്കെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കണ്ടു കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്. വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പിന്നെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്. ദ നെക്സ്റ്റ് ഗൈ ഇസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അതായത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഉദ്ദേശം എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവുന്നു. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്താണ്? ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. അപ്പൊ ബേസിക്കലി നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ കണ്ടന്റിലേക്ക് കടന്നിട്ടില്ല, അതിനു മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ, കാര്യം നമ്മുടെ ഡിസ്കഷൻ എന്തിലാണ്? വി ആർ ഡിസ്കസിങ് വാട്ട് ഹാപ്പൻസ് വെൻ യു പുട്ട് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ എ സോൾവെന്റ്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ഇട്ട് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയും, ബോയിലിംഗ് പോയിന്റ് കൂടും, ഫ്രീസിംഗ് പോയിന്റ് കുറയും. അതെങ്ങനെ കുറയുന്നുള്ളത് നമുക്ക് കാണാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. സോ ബേസിക്കലി ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് മൈ ഡിയർ സ്റ്റുഡൻസ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഫ്രീസിംഗ് പോയിന്റ് ഇസ്. ഈ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും സാർ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ബിക്കം സോളിഡ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾ അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
പക്ഷെ ഇതിനെ വേപ്പർ പ്രഷർ ആയിട്ട് കമ്പയർ ചെയ്യാൻ ആസ് എൻ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇസ് ഫ്രീസിംഗ് പോയിന്റ് സംവാട്ട് റിലേറ്റഡ് ടു വേപ്പർ പ്രഷർ? ഫോർ എക്സാമ്പിൾ ബോയിലിംഗ് പോയിന്റ് നമ്മൾ പഠിച്ചു. ബോയിലിംഗ് പോയിന്റ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് the vapor pressure of the liquid is equal to the atmospheric pressure. അതേപോലെ തന്നെ my dear students എല്ലാവരും നോക്കുക, freezing point also has a relation. Freezing point എല്ലാവരും നോക്കുക, freezing point is nothing but the temperature at which vapor pressure of solid is equal to vapor pressure of liquid. Vapor pressure of solid is equal to vapor pressure of liquid. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ചിലരിൽ ഒരു കാര്യം പോകും, സാർ എന്ത് നോൺസെൻസ് പറയുന്നത്, വേപ്പർ പ്രഷർ ഓഫ് സോളിഡോ? വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് മനസ്സിലാക്കാം, ഈ വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് എവിടെ നിന്ന് വന്നു? സോളിഡിന് വേപ്പർ പ്രഷർ ഉണ്ടോ മൈ ഡിയർ സ്റ്റുഡൻസ്? അബ്സല്യൂട്ട്ലി യെസ്. സോളിഡ്സിന് വേപ്പർ പ്രഷർ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ചില സോളിഡ്സിന് അത് വളരെ വ്യക്തമാണ്. ഫോർ എക്സാമ്പിൾ നാഫ്തലീൻ ബോൾസ്, ഈ പാറ്റ ഗുളികയൊക്കെ കാണില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ ഈ സപ്പോസ് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങളൊരു റൂം എടുക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, നിങ്ങളൊരു റൂം എടുക്കുക, അതിലൊരു നാഫ്തലീൻ ബോൾ ഇടുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, അതിലൊരു നാഫ്തലീൻ ബോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇറ്റ് സബ്ലൈംസ് വെരി ഈസിലി. It sublimes very easily, my dear students. Yes or no? It sublimes very, very easily. A sublime very, very easily no chal endana, that solid is actually in equilibrium with the vapor. That solid is actually in equilibrium with the vapor, my dear students. Alle? So basically solid and vapor thammil equilibrium aanengil there will exist a vapor pressure. My dear students. Our vapor pressure is basically is what I am talking about. So solids do have vapor pressure. പക്ഷെ മിക്ക സോളിഡ്സിനും ഈ വേപ്പർ പ്രഷർ വളരെ വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അപ്പൊ ഞാനൊരു ഐസ് എടുത്തൊരു പെട്ടിയിലിട്ടാൽ, ഒരു ഐസ് എടുത്തൊരു കണ്ടെയ്നറിൽ ഇട്ടാൽ അതിൽ വേപ്പർ ഉണ്ടെന്നാണോ സാർ പറയുന്നത്? അബ്സല്യൂട്ട്ലി യെസ് മൈ ഡിയർ സ്റ്റുഡൻസ്, അതിൽ വേപ്പർ ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. ഒരു ക്ലോസ് കണ്ടെയ്നറിൽ നിങ്ങൾ ഐസ് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഈ ബോട്ടിലിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ബോട്ടിലിൽ നിങ്ങൾ ഐസ് നിറയ്ക്കുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ്സ് സേ ഇത്രയും ഐസ് നിറച്ചു, അതിൽ വേപ്പർ ഉണ്ട്, നിങ്ങൾ അറിയുന്നില്ല, വളരെ കുറവാണ്. പക്ഷെ ചില മെറ്റീരിയൽസ്, ചില സോളിഡ്സ് വിത്ത് സബ്ലൈംസ് വെരി ഈസിലി, അതിന്റെ വേപ്പർ ഭയങ്കര കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നാഫ്തലീൻ നമ്മൾ കണ്ടു, അതിന്റെ വേപ്പർ പ്രഷർ വളരെ കൂടുതലായിരിക്കും. കാര്യം എന്താണ്? അതിന്റെ വേപ്പർ കണ്ടന്റ് കൂടുതലായിരിക്കും. പക്ഷെ മിക്ക സോളിഡ്സിനും ഈ വേപ്പർ പ്രഷർ വളരെ വളരെ കുറവായിരിക്കും. പക്ഷെ ഉണ്ട്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, യെസ് ഓർ നോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, freezing point is the temperature at which vapor pressure of a solid is equal to vapor pressure of liquid. Vapor pressure of a solid is equal to vapor pressure of a liquid. Yes or no, my dear champions? Perfect or not? Got it? അതായത് ഗ്രാഫിക്കലി ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും നോക്കുക, ഗ്രാഫിക്കലി ഇത് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഞാനിപ്പോൾ വേപ്പർ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, സോളിഡിന്റെ ഗ്രാഫ് ബേസിക്കലി ഇതിങ്ങനെ വരും. ഓക്കെ, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ വേപ്പർ പ്രഷർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ദിസ് ഇസ് ഫോർ എ സോളിഡ്. ലിക്വിഡിന്റെ ഗ്രാഫ് മൈ ഡിയർ സ്റ്റുഡന്റ്, നിങ്ങൾക്ക് അറിയാം, ലിക്വിഡിന്റെ ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ഇങ്ങനെ വരും മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, ആൻഡ് ദ പോയിന്റ് വേർ, സോ ബേസിക്കലി ദിസ് ഇസ് ലിക്വിഡ്സ് ഗ്രാഫ്, മൈ ഡിയർ സ്റ്റുഡൻസ്, ആൻഡ് ദിസ് ഇസ് ബേസിക്കലി സോളിഡ്സ് ഗ്രാഫ്. ഓക്കെ, ഞാൻ വേണേൽ രണ്ട് കളർ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. എല്ലാരും നോക്കുക, ലെറ്റസ് സേ ഏത് കളറാ? ലിക്വിഡിന്റെ ഗ്രാഫ് നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഇങ്ങനെ വരും. ഓക്കെ, സോ ദിസ് ഇസ് ലിക്വിഡ്സ് ഗ്രാഫ് മൈ ഡിയർ സ്റ്റുഡൻസ്, and this is solids graph my dear students. Okay, so the point where, so ipo suppose ee oru temperature edukkaanennu verika, liquidinte vapor pressure endana? liquidinte vapor pressure idaayirikkum alle aa oru temperature il. ini njan adu korakkiyanu ennu verika, endu korakkiyanu? temperature korakkumbol liquidinte vapor pressure korayunnu, my dear students.
Yes or no? Liquid in the vapor pressure there will reach a point where it touches the solid's vapor pressure. That suppose it's solid okay, solid in the temperature, that is solid in the temperature vapor pressure is done. Yes or no? Temperature vapor pressure is done. Temperature vapor pressure is done. Temperature vapor pressure is done. So basically temperature solid vapor pressure normal. Temperature liquid in the vapor pressure there will reach a point where both of them coincides or both of them touches each other. So this point over here, this temperature over here, my dear students, is basically the freezing point. This temperature over here, T0F that is basically the freezing point. That means the temperature at which the solid's vapor pressure and the liquid's vapor pressure is equal to the same. That is, you have 2 bottles. I have 2 bottles. 1 bottle ice, 1 bottle of my dear students. Okay? Ice in the vapor pressure is very low. Vapor pressure is very low. The temperature is very low. The temperature is my dear students. Suppose I have a container. A container my dear students. Okay, I have vapor. Okay, and the temperature is temperature condensation, my dear students. Temperature condensation, the vapor will get converted to liquid. Now vapor pressure vapor is getting converted to liquid. Now vapor pressure at a point the vapor pressure will be equal to the ice. The vapor pressure in the container will be equal to ice's vapor pressure. Ice in the vapor pressure I maru. Basically, that point given ice I maru, my dear students. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല മുമ്പ് മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് സോളിഡിന് വേപ്പർ പ്രഷർ വരാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ ശാസ്ത്രം, ഇതാണ് ഇതിന്റെ സയൻസ്. സോളിഡ്സ് ഡു ഹാവ് വേപ്പർ പ്രഷർ. ഓക്കെ, നോർമലി നമ്മൾ നോക്കുമ്പോൾ വളരെ കുറവാണ്, ഇന്ത്യയൊക്കെ വേപ്പർ പ്രഷർ വളരെ വളരെ കുറവാണ് മൈ ഡിയർ സ്റ്റുഡൻസ്, പക്ഷെ ഉണ്ട്. Okay, and freezing point is a temperature at which vapor pressure of solid is equal to vapor pressure of liquid. This is ningal marakkarudhu. Yes or no, my dear champions? Appol ellarum nokka my dear students. ഞാനിപ്പോൾ suppose ഞാൻ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. എന്തിന്റെ ഗ്രാഫ് എല്ലാവരും നോക്കുക. Suppose I am drawing a graph of ഈ എഴുതിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി വായിച്ചു എന്നറിയാം. Basically എഴുതിക്കുന്നത് എന്താ നോക്കുക. When a non-volatile solute is dissolved in a pure solvent, its vapor pressure is decreased and freezing point, its vapor pressure is decreased and freezing point decreases. First point നിങ്ങൾക്ക് already അറിയാം, vapor pressure decreases when you add a non-volatile solute in a solvent. Freezing point എങ്ങനെ decrease ആവുന്നു? How does a freezing point decrease? വളരെ simple ആണ് my dear students. ഞാൻ graphically കാണിക്കാം. Okay, graphically കാണിക്കാം my dear students. എല്ലാവരും നോക്കുക. ഞാൻ പറഞ്ഞു സോളിഡിന്റെ ഗ്രാഫ് ഇങ്ങനെ വരും അല്ലേ? Yes or no? സോളിഡിന്റെ ഗ്രാഫ് അങ്ങനെ വരും. Pure solvent in the pure liquid in the graph ingane varum, and this point over here is basically freezing point of the solvent. Okay, this basically pure solvent in the graph aanu ennu viyarikka. Pure solvent in the graph, this basically solid in the graph. My dear students. Yes or no? I am plotting vapor pressure versus temperature. Now my dear students, ഞാൻ ഈ സോൾവെന്റിലേക്ക് എല്ലാവരും നോക്കുക. ഞാൻ ഈ സോൾവെന്റിലേക്ക്, ഈ പ്യുവർ സോൾവെന്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തു. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുക മൈ ഡിയർ സ്റ്റുഡൻസ്? നമുക്കറിയാം, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. വേപ്പർ പ്രഷർ കുറയുന്നു. അതായത് ഞാനിപ്പോ ഈ ഒരു ടെമ്പറേച്ചർ എടുക്കുകയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ഒരു ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ പ്യുവർ സോൾവെന്റ് വേപ്പർ പ്രഷർ ഇതാണ്. ഓക്കെ, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഇതായിരിക്കും. ഈ ഒരു ടെമ്പറേച്ചർ എടുക്കുകയാണ്, പ്യുവർ സോൾവെന്റ് വേപ്പർ പ്രഷർ ഇതാണ്.
സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഇതായിരിക്കും. ഈ ഒരു ടെമ്പറേച്ചർ എടുക്കുകയാണ്, പ്യുവർ സോൾവെന്റ് വേപ്പർ പ്രഷർ ഇതാണ്, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഇതായിരിക്കും അല്ലെ. അപ്പൊ ആ ഗ്രാഫ് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കുക, ആ ഗ്രാഫ് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ ഇവൻ പോയിട്ട് ഈ സോളിഡിന്റെ ലൈനെ എവിടെയാണ് തൊടുന്നത്? ഇവിടെയാണ് തൊടുന്നത്. So basically freezing point of the solution TF, നിങ്ങൾ നോക്കൂ, this value is lesser than this value. അല്ലേ my dear students? Yes or no? Pure solvent touching point എവിടെയാണ്? ഇവിടെയാണ്. So this T0F is basically the freezing point of pure solvent. പക്ഷെ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ഇവിടെയാണ് വരുന്നത്. So basically there is a reduction in freezing point, there is a decrease in freezing point, my dear students. Yes or no? എന്നാൽ boiling point നോക്കുകയാണെങ്കിലോ my dear students, boiling point നിങ്ങൾക്ക് അറിയാം, the point where both the graph touches the atmospheric pressure. Suppose ഇതാണ് atmospheric pressure എങ്കിൽ നിങ്ങൾക്കറിയാം സോൾവെന്റ് ഗ്രാഫ് ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്, സൊല്യൂഷന്റെ ഗ്രാഫ് ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്. So there is an increase in boiling point. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. പക്ഷെ ഫ്രീസിംഗ് പോയിന്റ് there is a decrease in freezing point, my dear students. Yes or no? So എല്ലാവരും നോക്കുക, this depression in freezing point my dear students is represented as delta TF. Delta TF is equal to T0F minus TF. T0F is basically freezing point of pure solvent, TF is basically freezing point of the solution. ഈ depression in freezing point ആണ് delta TF എന്ന് പറയുന്നത്. And it is obvious that freezing point of the solvent is greater than freezing point of the solution. T0F is greater than TF. Okay, my dear students, ഇത് നിങ്ങൾ മറക്കരുത്. കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ വരക്കൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നോക്കുക my dear students. പ്യുവർ സോൾവെന്റ് ഗ്രാഫ് ഇവിടെയാണ്, ഓക്കെ, സൊല്യൂഷന്റെ ഗ്രാഫ് ഇവിടെയാണ്, ഫ്രോസൺ സോൾവെന്റ് ഗ്രാഫ് എല്ലാവരും നോക്കുക, ഫ്രോസൺ സോൾവെന്റിന്റെ ഗ്രാഫ് ഇതാണ്, ഫ്രോസൺ സോൾവെന്റിന്റെ ഗ്രാഫ് ഇതാണ്. Yes or no, my dear students? Yes or no? So the point where they touch അത് നോക്കുക, ഈ point will be freezing point of pure solvent, ഈ point will be freezing point of the solution. There is a decrease in freezing point. Okay? Yes or no? Got it? ഇനി ഞാൻ ഒരു question ചോദിക്കാം my dear students. When you freeze a solution, my dear students, when you freeze a solution, what freezes my dear students? അതായത് എന്താണ് അവിടെ ഫ്രീസ് ആയി വരുന്നത്? Is it solvent plus solute? Okay, when you freeze a solution of non-volatile solute എന്നൂടി ആഡ് ചെയ്യാം, അതുകൂടി വേണം, non-volatile solute. Okay, what freezes over there? Solutionum സോൾവെന്റും സൊല്യൂട്ടും ഫ്രീസ് ആവുന്നുണ്ടോ my dear students? അതോ സോൾവെന്റ് മാത്രമാണോ ഫ്രീസ് ആവുന്നത് my dear students? ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ജയില് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്, നീറ്റില് അധികം വന്നിട്ടില്ല, പക്ഷെ ഈസി ആയിട്ട് വരാവുന്നുള്ളൂ. അതായത് ഞാനൊരു സൊല്യൂഷൻ എടുക്കുകയാണ് my dear students, ഇപ്പൊ വെള്ളവും let us say ഗ്ലൂക്കോസ് is a non-volatile solute. Okay, ഒരു സൊല്യൂഷൻ എടുക്കുകയാണ് my dear students, let's say ഗ്ലൂക്കോസിനെ ഞാൻ ഇങ്ങനെ കൊടുത്തു, ഗ്ലൂക്കോസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഞാൻ ഇവനെ ഇവിടെ ഫ്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ് പറ്റുന്നത്? ഈ ഫ്രീസ് ആവുമ്പോൾ ഇവന്മാര് രണ്ടും ഫ്രീസ് ആവും. അതായത് ഈ ഗ്ലൂക്കോസും ഈ വെള്ളവും ഒരുമിച്ച് ഫ്രീസ് ആവും, അതോ വെള്ളം മാത്രമേ ഫ്രീസ് ആവുള്ളൂ my dear students? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം my dear students. The answer to that question is solvent alone. My dear students. അതായത് സിമ്പിൾ ആയിട്ട് നോക്കുക, ഞാൻ ഇങ്ങനൊരു സൊല്യൂഷൻ എടുത്തു my dear students, let us say ഞാൻ ഫ്രീസിംഗ് തുടങ്ങിയിട്ട് ഇത് മൊത്തം ഫ്രീസ് ആയിട്ടില്ല, ഒരു let us say ഒരു some part of it, let us say this part is a frozen part, okay, and this part over here is the solution part. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഗ്ലൂക്കോസ് പാർട്ടിക്കിൾ ഈ ഫ്രോസൺ പാർട്ടിലായിരിക്കും my dear students, or will it be in the solution part? സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ.
glucose particles, will it be in this frozen part or will it be in the solution part? Obviously, solution, liquid salthalle കൂടുതൽ solubility ഉള്ളത്. Liquidലല്ല കൂടുതൽ solubility ഉള്ളത്, my dear students. അപ്പോൾ എന്ത് പറ്റുന്നു basically ഇതിലുള്ള glucose particles, ഇത്രയും വോളത്തിലുള്ള glucose particles basically solutionലേക്ക് മാറുന്നു. It's just going out. So basically freezing നടക്കുന്നത് solventന് മാത്രമാണ്, my dear students. അത് നിങ്ങൾ മനസ്സിലാക്കണം. Freezing നടക്കുന്നത് solventന് മാത്രമാണ്, my dear students. Freezing നടക്കുന്നത് solventന് മാത്രമാണ്. Okay, അല്ലാണ്ട് ഈ solute particles അതിലേക്ക് എന്താ പറയാ frozen ഇതിലേക്ക് വരുന്നില്ല, my dear students. It's going out of that frozen solvent. Yes or no? It's going out of the frozen solvent. അത് നിങ്ങൾ മനസ്സിലാക്കണം. Freezing നടക്കുന്നത് solventന് മാത്രമാണ്. Okay, that non-volatile solute will come out of it. That non-volatile solute will come out of it when you freeze it. അത് നിങ്ങൾ മനസ്സിലാക്കണം, my dear students. കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കുക, ഗ്ലൂക്കോസിന് ഇവിടെ ഇരിക്കണതാണോ എളുപ്പം, ഇവിടെ ഇരിക്കണതാണോ എളുപ്പം? Obviously it would want to come out because it is more soluble in the liquid solvent than in the frozen solvent. അപ്പോൾ അവന്മാര് നേരെ ലിക്വിഡിലേക്ക് ചാടിപ്പോവും. Yes or no, my dear students? അവന്മാര് നേരെ ലിക്വിഡിലേക്ക് ചാടിപ്പോവും. Yes or no? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. Got it? Fine. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്. So please keep this in your mind. ഇനി അഥവാ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. Okay? Now, my dear students, ഈ depression and freezing point എന്തുകൊണ്ടാണ് ഒരു colligative property? Why is it a colligative property? Very simple. Delta TF is T0F minus TF. Delta TF was found out to be directly proportional to molality. അതായത് നിങ്ങൾക്കറിയാം delta TB, elevation and boiling point molality ആയിട്ട് directly proportional ആയിരുന്നു. ഇവനും molality ആയിട്ട് directly proportional ആണ്. Okay, so delta TF can be written as KF into molality. That KF is called as molar depression constant. Okay, or else adine cryoscopic constant ennum vilikam. Adine cryoscopic constant ennum vilikam. Cryoscopic constant ennum vilikam. Cryoscopic constant ennum vilikam. KB ne namukku ebullioscopic constant ennu vilikam. Allengi molar elevation constant ennu vilikam. Okay, boiling point elevation constant ennu vilikam. Ivane namukku molar depression constant ennu vilikam. Allengi cryoscopic constant ennu vilikam, my dear students. Cryo ennu parayumbol thanne ningalku ariyam it's related to ice. Alle, allengi it's related to frozen substance. Ice alla frozen substances. Alle, cryogenic ennokku ningal kettu kanu. Yes or no? So basically ellarum nokka, ee molality ne namukku weight of solute divided by molecular mass of solute. What is molality, my dear students? Molality is nothing but number of moles of solute divided by weight of solvent in kilogram. Yes or no? Number of moles of solute is weight of solute divided by molar mass. Yes or no? Weight of solvent in W1 to. Okay, if it is in grams, divide that by 1000. 1000 മേളിലേക്ക് പോകും, my dear students. 1000 മേളിലേക്ക് പോകുന്നു, my dear students. So we can write molality like that. My dear students. അല്ലേ, molality നെ അങ്ങനെ എഴുതാൻ പറ്റും, my dear students. ഇനി എന്താണ്? We can take this molecular mass of solute. ഇവനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നു. Okay, ഇവനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നു, delta TF. So this is nothing but delta TF. Delta TF ആണ് ഇവൻ. ഈ delta TF നെ താഴത്തേക്ക് എടുത്തു, M2 നെ മേളിലേക്ക് എടുത്തു. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? To make you guys understand the use of freezing point depression. Depression freezing point വെച്ചിട്ട് നമുക്ക് molecular mass of an unknown solute കണ്ടുപിടിക്കാൻ പറ്റും. Relative lowering of vapor pressure വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Elevation in boiling point വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Depression and freezing point വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, my dear students. So if you know, let us say നിങ്ങളൊരു സയന്റിസ്റ്റ് ആണ്, നിങ്ങളൊരു പുതിയ കോമ്പൗണ്ട് കണ്ടുപിടിച്ചു, യുറേക്ക മൊമെന്റ്, ഒരു പുതിയൊരു കോമ്പൗണ്ട് കണ്ടുപിടിച്ചു, യുറേക്ക. യെസ് ഓർ നോ? ആ ഒരു കോമ്പൗണ്ട് കണ്ടുപിടിച്ചു, ഒരു നോൺ വോളറ്റൈൽ കോമ്പൗണ്ട് ആണ്. അതിന്റെ മോളിക്കുലർ മാസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു കണ്ടെയ്നർ എടുക്കുക, ഒരു നോൺ സോൾവെന്റ് എടുക്കുക, മൈ ഡിയർ സ്റ്റുഡൻസ്. ഒരു നോൺ സോൾവെന്റ്, ലെറ്റ്സ് സേ വെള്ളമാണെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു W1 വെയിറ്റ് എടുക്കുക. യെസ് ഓർ നോ? എന്നിട്ട് ഈ സൊല്യൂട്ടിന്റെ ഒരു W2 വെയിറ്റ് എടുക്കുക, നിങ്ങൾ മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് ആ സൊല്യൂട്ട് ഇവനെ ഇതിൽ കൊണ്ടിടുക. എന്നിട്ട് ഇതിന്റെ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഫോർ എക്സാമ്പിൾ വെള്ളമാണ് എടുക്കണമെങ്കിൽ 0°C.
ആ സൊല്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, ഡിപ്രഷൻ കണ്ടുപിടിക്കുക, T0F minus TF. എന്നിട്ട് ഈ ഫോർമുലയിലേക്ക് ഇടുക, M2 കിട്ടും മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ബേസിക്കലി ദിസ് ക്യാൻ ബി യൂസ്ഡ്. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഞങ്ങൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിക്കുന്നത്. ബേസിക്കലി ദിസ് ഇസ് വൺ ഓഫ് ദ പ്രാക്ടിക്കൽ യൂസസ്. This is one of the practical uses, my dear students, to find the molecular mass of an unknown solute. To find the molecular mass of an unknown solute, my dear students. Okay? Yes or no? Fine. Good. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഫോർമുലയില്ലേ, ഈ ഫോർമുലയിൽ ചെറിയ മാറ്റം വരും കേട്ടോ. ഈ ഫോർമുലയിൽ ചെറിയൊരു മാറ്റം വരും. എപ്പോ? If the solute can dissociate or associate. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു കഴിഞ്ഞു, മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇപ്പോൾ ഇമാജിൻ ചെയ്യുന്നത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വിച്ച് കനോട്ട് ഡിസോസിയേറ്റ് ഓർ അസോസിയേറ്റ്. അതായത് ഒരു ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കണമെങ്കിൽ ഈ ഫോർമുലയിൽ ഒരു മാറ്റം വരും. അല്ലെങ്കിൽ വേറൊരു അസോസിയേറ്റ് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഡൈമറൈസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ട്രൈമറൈസ് ചെയ്യാൻ പറ്റിയ സൊല്യൂട്ട്സ് ആണെങ്കിൽ ഈ ഫോർമുലയിൽ മാറ്റം വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ഏത് സൊല്യൂട്ടാണ് സാർ, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഞാനത് പറഞ്ഞുതരാം. അത് നിങ്ങൾ എന്തായാലും പഠിക്കും. വാൻചോ ഫാക്ടറിൽ അടുത്ത സെഷനിൽ, അടുത്തതിന്റെ സെഷനിലായിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഞാനിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് സൊല്യൂട്ട്സ് വിച്ച് ഡു നോട്ട് ഇലക്ട്രോൾ ആസ് ഇൻ ഡിസോസിയേറ്റ് ഓർ അസോസിയേറ്റ്. അതായത് യൂറിയ ഇൻ വാട്ടർ, ഗ്ലൂക്കോസ് ഇൻ വാട്ടർ, സുക്രോസ് ഇൻ വാട്ടർ. ഓക്കെ, ഇതൊന്നും ഡിസോസിയേറ്റോ അസോസിയേറ്റോ ആവുന്നില്ല. ഓക്കെ, യെസ് ഓർ നോ? ബാക്കിയുള്ള സൊല്യൂട്ട്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. എവന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വിച്ച് ആർ ദ സൊല്യൂട്ട്സ് ദാറ്റ് ഡിസോസിയേറ്റ് ഓർ അസോസിയേറ്റ്സ്, അത് നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞു തരാം, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വിച്ച് ഡസ് നോട്ട് ഡിസോസിയേറ്റ് ഓർ അസോസിയേറ്റ്, അതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൂൾ. ഇനി ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റിന് ഇങ്ങനൊരു ഫോർമുല ഉണ്ട്. നിങ്ങൾക്കറിയാം, എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് നമ്മൾ കണ്ടു. KB is equal to R into molecular mass of solvent into T0B the whole square. Okay, Kelvin lana divided by 1000 into vaporization, delta H of vaporization. ഈ ഒരു ഫോർമുല നമ്മൾ കണ്ടു. അതേപോലെ തന്നെ KF ന് ഒരു ഫോർമുല ഉണ്ട്, R into M1 molecular mass of solvent, my dear students, into T0F. T0F എന്ന് കൊടുക്കാൻ, TF എന്ന് കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. T0F. Okay, T0F എന്ന് വെച്ചാൽ freezing point of the pure solvent. എല്ലാവരും നോക്കുക, freezing point of the pure solvent. Okay, in Kelvin, divide by 1000 into enthalpy of fusion. Enthalpy of fusion of solvent. R ന്റെ വാല്യൂ, my dear students, joules ലാണെങ്കിൽ 8.314 joules Kelvin raised to -1 mole raised to -1 mole raised to -1. അല്ലെങ്കിൽ calories ലാണെങ്കിൽ 2 calories 1.97 and 1.98 ആണ് approximately, but for problems purposes 2 calories ഇടാം. 2 calories Kelvin raised to -1 mole raised to -1. So depending on the units used, ഈ വാല്യൂസ് യൂസ് ചെയ്യാം, മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, മൈ ഡിയർ ചാമ്പ്യൻസ്. ഫൈൻ. അപ്പൊ ഇതാണ് ഫ്രീസിംഗ് പോയിന്റിന്റെ കഥ. നിങ്ങൾ വേറൊരു കാര്യം മറക്കാൻ പാടില്ലാത്ത ഞാൻ എക്സ്ട്രാ പോയിന്റ് ഇവിടെ പറഞ്ഞിരുന്നു. ദിവൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, when you freeze a solution, what actually freezes? സോൾവെന്റ് സൊല്യൂട്ട് ഒരുമിച്ച് ഫ്രീസ് ആയി പോവോ, അതോ സോൾവെന്റ് മാത്രമാണോ? സോൾവെന്റ് മാത്രമാണ് ഫ്രീസ് ആയി പോവുക. ഇത് നിങ്ങൾ മറക്കരുത്. യെസ് ഓർ നോ, മൈ ഡിയർ ചാമ്പ്യൻസ്? ഗോട്ട് ഇറ്റ്? ഫൈൻ. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ ഈസി ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക. ഹൗ മച്ച് ഈഥൈൽ ആൽക്കഹോൾ മസ്റ്റ് ബി ആഡഡ് ടു 1 liter of water such that the solution will freeze at -14 degrees Celsius? Such that the solution will freeze at -14 degrees Celsius. KF for water is given. KF for water is given, my dear students. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. So what is delta TF? What is delta TF? Delta TF is equal to T0F minus TF. Yes or no? T0F എത്രയാണ്, my dear students? 0 minus TF എത്രയാണ്? -14. Yes or no? അതായത് 0 ആണ് പ്യുവർ സോൾവെന്റ്, വെള്ളമാണ് പ്യുവർ സോൾവെന്റ്. വാട്ടർ ഇസ് എ പ്യുവർ സോൾവെന്റ്. അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0. ഓക്കെ, സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് -14 എന്ന് തന്നിട്ടുണ്ട്. സോ വാട്ട് ഇസ് ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ്? 14 degrees Celsius, or let's say ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് is 14. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ചെയ്ത തെറ്റാണ്, സാർ ഇത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ സാറ്? സാർ ഇത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? എന്നിട്ടല്ലേ ചെയ്യേണ്ടത് സാറ്? എന്നിട്ടല്ലേ ചെയ്യണ്ടേ? മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. എനിക്കിപ്പോ Kelvin temperature is nothing but, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത്
50 degree Celsius ഉണ്ടെന്ന് വിചാരിക്കുക. 50 degree Celsius ഉണ്ടെന്ന് വിചാരിക്കുക. 50 degree Celsius കെൽവിനിലേക്ക് ആക്കുമ്പോൾ എന്താ പറ്റുന്നത്? 50 degree Celsius കെൽവിനിലേക്ക് ആക്കുമ്പോൾ 50 plus 273. Yes or no? Yes or no, my dear student? So basically ഇത്രയും കെൽവിൻ ആണ്. Okay, ഇത്രയും കെൽവിൻ ആണ്, my dear student. So basically temperature in degree Celsius എങ്ങനെയാണ് കെൽവിനിലേക്ക് ആക്കുന്നത്? ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ഇങ്ങനെയാണ് കെൽവിനിലേക്ക് ആക്കുന്നത്, മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? ഇനി വേറൊരു ടെമ്പറേച്ചർ എടുക്കുകയാണ്, മൈ ഡിയർ സ്റ്റുഡൻസ്. ഇനി വേറൊരു ടെമ്പറേച്ചർ എടുക്കുകയാണ് ഡിഗ്രി സെൽഷ്യസിൽ. വേറൊരു ടെമ്പറേച്ചർ എടുക്കുകയാണ്, മൈ ഡിയർ സ്റ്റുഡൻസ്, ഡിഗ്രി സെൽഷ്യസിൽ. ലെറ്റ്സ് സേ T dash degree Celsius. T dash degree Celsius എന്താണ്? T dash degree Celsius plus 273 Kelvin. Plus 273 Kelvin. Okay. ഇനി ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുകയാണ്, my dear students. T degree Celsius minus T dash degree Celsius. Minus T dash degree Celsius is this minus this. അപ്പൊ ഈ 273 പോയിട്ട് ഇത് തന്നെ കിട്ടില്ലേ, my dear students? അപ്പൊ കെൽവിനിൽ സബ്ട്രാക്ട് ചെയ്താലും ഡിഗ്രി സെൽഷ്യസിൽ സബ്ട്രാക്ട് ചെയ്താലും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും സെയിം ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ യൂണിറ്റ് മാറ്റൊന്നും വേണ്ട. കാര്യം ഇത് ദിസ് ഇസ് നോട്ട് ആക്ച്വൽ ടെമ്പറേച്ചർ, ദിസ് ഇസ് ഡിഫറൻസ് ഇൻ ഫ്രീസിംഗ് പോയിന്റ്. യെസ് ഓർ നോ? യെസ് ഓർ നോ, മൈ ഡിയർ ചാമ്പ്യൻസ്? ഫൈൻ, ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? ഇപ്പൊ 50 ഡിഗ്രി സെൽഷ്യസ് 50 plus 273 അപ്പൊ എത്രയായി? 323 കെൽവിൻ. 323 കെൽവിൻ. അതേപോലെ തന്നെ 60 ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്? 60 ഡിഗ്രി സെൽഷ്യസ് 333 കെൽവിൻ. ഓക്കെ. Difference in 60 and 50 is what? 10. Difference in 333 and 323 is what? 10. So basically difference നെ നിങ്ങൾ കെൽവിനിലേക്കോ ഡിഗ്രി സെൽഷ്യസിലേക്കോ മാറ്റാൻ നിൽക്കണ്ട, വെറുതെ സബ്ട്രാക്ട് ചെയ്താൽ മതി. You will get the same value. Okay. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എല്ലാവരും നോക്കുക. Let's get into the question. We know that depression in freezing point 14 ആയിട്ട് കിട്ടി. Depression in freezing point 14 ആയിട്ട് കിട്ടി, my dear students. ഇനി നിങ്ങൾ നോക്കേണ്ടത്, what do you have to find? How much ethyl alcohol must be added to 1 liter of water so that the solution will freeze at minus 14. So basically delta TF കിട്ടി. You know that delta TF is equal to KF into molality. Yes or no? KF എത്രയാണ്, my dear students? 1.86. Molality എത്രയാണ്? Molality is equal to number of moles of solute. അതാണ് കണ്ടുപിടിക്കുന്നത്. കാര്യം ഓപ്ഷൻസിൽ നമ്പർ ഓഫ് മോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. Okay, number of moles of solute. So number of moles of ethylene glycol divided by weight of solvent in kilogram. ഇവിടെ 1 liter of water എന്ന് തന്നിട്ടുണ്ട്. weight of solvent തന്നിട്ടില്ല. നമുക്കറിയാം density of water in kilogram per liter is 1 kilogram per liter. 1 kilogram per liter. ഇതാണ് density of water in kilogram per liter. അതായത് 1 ലിറ്റർ എടുത്താൽ അതിൽ 1 കിലോഗ്രാം ഉണ്ടാവും. 1 ലിറ്റർ എടുത്താൽ അതിൽ 1 കിലോഗ്രാം ഉണ്ടാവും, my dear students. 1 kilogram per liter. Yes or no? So basically 1 liter of water എടുക്കുകയാണെങ്കിൽ what is the weight? 1 kilogram. And you know molality is number of moles per weight of solvent in kilogram. So basically ഇത് എത്ര അടിക്കുക, my dear students? Delta TF എത്ര? 14, my dear champions. Yes or no? So what will be n value? N value എത്ര കിട്ടും, my dear students? 1.86. N value അല്ലേ കണ്ടുപിടിക്കേണ്ടത്. So what will be n value? N value will be equal to 14 divided by 1.86. 14 divided by 1.86. Okay, I guess it will be 7.5 ആയിരിക്കും എന്ന് തോന്നുന്നു. Okay, mostly division എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, my dear students. 7.5 will be the answer. Yes or no? Yes or no, my dear students? Perfect or not? 14 divided by 1.86 കിട്ടും. Okay, simple. God, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ബിക്കോസ് ഡിപ്രഷൻ ആണ്. നിങ്ങൾ കെൽവിനിലേക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ്. A solution of urea in water has a boiling point of 100.18 degrees Celsius. Okay, calculate the freezing point of the same solution
molar constants for water Kf and Kb are 1.86 and 0.512 respectively. Okay, so basically, എല്ലാരും നോക്കുക, നമുക്ക് എന്താ തന്നേക്കണത്? നമുക്ക് തന്നേക്കണത് എന്താണ്? നമുക്ക് തന്നേക്കണത് TB ആണ് തന്നേക്കണത് 100.18 degree Celsius. Okay, അതായത് boiling point of solution ആണ് നമുക്ക് തന്നേക്കണത്. നമുക്കറിയാം boiling point of water, boiling point of pure water എത്രയാണ്? 100 degree Celsius. അപ്പോൾ elevation in boiling point എത്രയാണ്? This minus this, है ना? TB minus T0B. TB minus T0B is equal to 0.18 degree Celsius. Yes or no? Yes or no, my dear students? 0.18 degree Celsius. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയം ഇതെന്തിനാണ് കണ്ടുപിടിച്ചത്? അതല്ലല്ലോ ചോദിച്ചേക്കണത്. എല്ലാവരും നോക്കുക, അവർ ചോദിച്ചേക്കണത് കാൽക്കുലേറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് എന്നാണ്. കാൽക്കുലേറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ്, അതായത് TF വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. TF വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ TF is nothing but, നമുക്കറിയാം TF is nothing but T0F minus delta TF. T0F minus delta TF. അല്ലേ? Yes or no? TF is nothing but T0F minus delta TF. കാരണം delta TF എന്താണ്? T0F minus TF ആണ്. അപ്പൊ നമുക്ക് ഈ delta TF കിട്ടിക്കഴിഞ്ഞാൽ T0F നമുക്കറിയാം, T0F is 0 degree Celsius. അപ്പൊ ഈ delta TF കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. delta TF കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു, my dear students. And we know that delta TF is equal to Kf into molality. Delta TB is equal to Kb into molality. So what is delta TF by delta TB? That is Kf divided by Kb. So what is delta TF? Delta TF is Kf by Kb into delta TB. Yes or no? Delta TF is equal, delta TF by delta TB is equal to Kf by Kb. So delta TF is equal to Kf by Kb into delta TB. Kf എത്രയാണ്? 1.86. Kb എത്രയാണ്? 0.512. Delta TB എത്രയാണ്? 0.18. Yes or no? Yes or no, my dear champions? So you will get delta TF value from here. ആ delta TF value നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിടുക. T0F 0 degree Celsius ആണ്, delta TF നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. Yes or no, my dear champions? And the answer will be minus 0.654 degree Celsius. എല്ലാവരും നോക്കുക, സെയിം തിങ് തന്നെയാണ് ഇവിടെ അച്ചടിച്ചു വെച്ചിരിക്കുന്നത്. So Kf by Kb into delta TB. Delta TB 0.18. അത് അപ്ലൈ ചെയ്യുമ്പോൾ delta TF കിട്ടാൻ പോകുന്നത് 0.654 ആണ്. അതല്ല ഫൈനൽ ആൻസർ. 0.654 അല്ല ഫൈനൽ ആൻസർ. ഫൈനൽ ആൻസർ is basically what they are asking is freezing point of solution, not depression in freezing point. So freezing point of solution is T0F minus delta TF. അതായത് 0 degree Celsius minus 0.654. ആ 0.654 ആണ് ഈ delta TF value. Okay? Yes or no, my dear students? Understand, delta TF will be positive. Delta TF, depression in freezing point എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. Okay? പക്ഷെ ഫ്രീസിംഗ് പോയിന്റ് നെഗറ്റീവ് ആവാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. Okay? Next question. Glucose is added to 1 liter water to such an extent that delta TF by Kf becomes equal to 1 by 1000. The weight of glucose added is. Slightly ഒരു ട്വിസ്റ്റഡ് വേ ആണ്, പക്ഷെ വളരെ ഈസിയാണ്. അതായത് ഒരു വൺ ലൈൻ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വിചാരിക്കും എന്തോ കാര്യമായിട്ട് ചെയ്യാനുണ്ടെന്ന്, പക്ഷെ ഒന്നുമില്ല മൈ ഡിയർ സ്റ്റുഡൻസ്. This is nothing. എല്ലാവരും നോക്കുക, delta TF is equal to Kf into molality. So what is delta TF by molality? Sorry, delta TF by Kf. What is delta TF by Kf? That is equal to molality. And what is molality, my dear students? Number of moles divided by weight of solvent in kilogram. ഈ number of moles divided by weight of solvent in kilogram. Solvent എന്താണ്? വെള്ളം. വെള്ളത്തിന്റെ 1 ലിറ്റർ ഉണ്ട്. വെള്ളത്തിന്റെ 1 ലിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 1 കിലോഗ്രാം പെർ ലിറ്റർ. അപ്പൊ 1 ലിറ്റർ ഉണ്ടെങ്കിൽ 1 കിലോഗ്രാം ആണ്. അപ്പൊ ഇവിടെ n by 1 എന്നിടാം. So delta TF by Kf is n by 1, my dear students. And what is n? Weight of glucose, my dear students, divided by molecular mass of glucose.
molecular mass of glucose, the whole divided by 1. ഇതിൽ weight of glucose ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Yes or no? Delta TF by KF തന്നിട്ടുണ്ട്. എത്രയാണ്? 1 by 1000. So 1 by 1000 is equal to weight of glucose, my dear students, divided by molecular mass of glucose എത്രയാണ്? 180 ആണ്. C6H12O6 അല്ല. C6H12O6 is 180. So weight of glucose എത്രയാണ്? 180 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 0.18 എന്ന് കിട്ടും. D will be the answer. Got it? വളരെ simple question ആണ് my dear students. Super duper simple. Okay? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ my dear students, ഞാൻ ഈ questions തരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം ചെയ്യാനാണ്. Okay? സ്വയം ചെയ്യാൻ നോക്കുക. Next, KF for water is 1.86 kilogram Kelvin kilogram mole raised to -1. If your automobile radiator holds 1 kilogram of water, okay, how many grams of ethylene glycol must you add to get the freezing point of the solution lowered to -3 degrees Celsius? ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ആപ്ലിക്കേഷൻ പറയാം ഈ ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റിൽ. നമ്മുടെ ഈ കാറിലൊക്കെ റേഡിയേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് ഇത് ഇവിടെ കൊടുത്തേക്കുന്നത്, റേഡിയേറ്റർ. എന്താണ് ഈ റേഡിയേറ്റർ? ഈ റേഡിയേറ്ററിൽ ബേസിക്കലി ഒരു ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, ബേസിക്കലി വെള്ളമായിരിക്കും. ഇത് വെച്ചിട്ട് ബേസിക്കലി എഞ്ചിനെ കൂൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് എഞ്ചിൻ ഭയങ്കരമായിട്ട് ഹീറ്റ് ആയാൽ ചിലപ്പോൾ മാൽ ഫങ്ഷനിങ് നടക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ ഈ റേഡിയേറ്ററിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് എഞ്ചിനെ ഒന്ന് ശാന്തനാക്കുന്നത്. പക്ഷെ എന്താ പറ്റുകയെന്ന് വെച്ചാൽ തണുപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ കാശ്മീരിലേക്കൊക്കെ വണ്ടി എടുക്കുമ്പോൾ ഈ ടെമ്പറേച്ചർ, റേഡിയേറ്ററിലെ ടെമ്പറേച്ചർ വളരെയധികം താഴ്ത്തു പോകും. അപ്പൊ എന്ത് പറ്റും? ഈ വെള്ളം തണുത്ത് ഐസും കട്ടയോ. അപ്പൊ ഫങ്ഷനിങ്, ആ റേഡിയേറ്ററിലെ വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം അത് ഫ്രോസൺ ആയി മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ചാൽ വി ആഡ് സംതിങ് കോൾഡ് ആസ് ആൻ ആന്റി ഫ്രീസ്. ആന്റി ഫ്രീസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഈഥൈലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് CH2OH ആണ്. ഈ ഈഥൈലീൻ ഗ്ലൈക്കോള് ഒരു ആന്റി ഫ്രീസ് ആണ്. ഇവരെ ആഡ് ചെയ്യുമ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് താഴ്ത്തോട്ട് പോകും. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് സംഭവിക്കും. ഫ്രീസിംഗ് പോയിന്റ് താഴ്ത്തോട്ട് പോയാൽ അത് ഫ്രീസ് ആവോ? ഇല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാശ്മീരിലേക്ക് പോവാണ്. കാശ്മീരിലെ ടെമ്പറേച്ചർ -2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫ്രീസിംഗ് പോയിന്റ് ഇത്രയും താഴത്തേക്ക് പോയി, -3 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ റേഡിയേറ്ററിലെ വെള്ളം ഇപ്പോഴും വെള്ളമായിട്ടാണ് നിൽക്കുന്നത്, ഐസും കട്ട ആയിട്ടില്ല. മനസ്സിലായോ? Yes or no? So this is one of the application, anti-freeze. Okay, ഓർത്ത് വെച്ചോളൂ. കാറിലെ റേഡിയേറ്ററിലെ വെള്ളം ഐസ് ആവാതിരിക്കാനായിട്ട് നമ്മൾ അതിലൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. സോ ദാറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസസ്. Yes or no? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ TF തന്നിട്ടുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്, -3 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ വാട്ട് ഇസ് ഡെൽറ്റ TF? ഡെൽറ്റ TF ഇസ് T0F minus TF my dear students. അതായത് T0F എത്രയാണ് my dear champions? T0F is 0 degree Celsius minus -3 degree Celsius. That is equal to 3 degree. Okay. This is the delta TF. Now you know that this delta TF is equal to KF into molality. It is equal to KF into molality my dear students. Yes or no? KF എത്രയാണ്? 1.86 അല്ലേ? KF is 1.86 into molality എന്ന് പറയുന്നത് number of moles of solute divided by weight of solvent in kilogram. Weight of solvent 1 kilogram ആണെന്ന് തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ. Weight of solute ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Weight of solute ആണ്. So weight of solute divided by molecular mass of solute എത്രയാണ്? Molar mass of solute എത്രയാണ് my dear students? 62. Yes, 62. Okay, ethylene glycol. So basically ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം my dear students. Yes or no? W divided by 62. 80. Yeah. So basically I think your answer will be close to 100. Yes. Okay. Yes or no my dear champions? Perfect or not my dear champions? Yes or no? Got it? Is that clear? അപ്പോൾ ഈ ആന്റി ഫ്രീസ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ മനസ്സിലായി. It's basically used to reduce the
freezing point of water in the radiator of an automobile. അല്ലെങ്കിൽ എന്ത് പറ്റും, വെള്ളം ഐസും കട്ടയായി നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. റേഡിയേറ്ററിന്റെ വെള്ളം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? To basically cool off the engine. Okay, my dear champions. So this is about depression and freezing point. The third colligative property. ഇനി ഒരു colligative property കൂടി വരാനുണ്ട് my dear students. അത് next topicൽ. അത് കഴിഞ്ഞാൽ one of the most important topics in this chapter വരും. അത് basically ഇതൊക്കെ ഏറ്റവും important topics ആണ്. Vedantu factor എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ രസകരമാണ്. അപ്പോൾ മിസ് ചെയ്യരുത് my dear students. ഈ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക my dear champions. I would definitely respond to it. Okay. അത് മാത്രമല്ല ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. It's very very important. കാര്യം ചാനലിനെ കുറിച്ച് ന്യൂ അപ്ഡേറ്റ്സ് വരും, ക്വിസസ് ഉണ്ട് my dear students. എന്തെങ്കിലും ലൈവ് സെഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഷെഡ്യൂളിൽ മാറ്റമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും എക്സ്ട്രാ സെഷൻസോ മാരത്തോൺ സെഷൻസോ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെയൊക്കെ ഷെഡ്യൂൾ മനസ്സിലാക്കാനായിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. Okay, my dear champions. So that's it, my dear students. I'll see you guys for the next class. Till then, love you guys a lot. See you guys. Sulan.